അങ്ങനെ 17 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ ടോക്കിയോ ഒളിമ്പിക്സിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് അവസാനിച്ചു. അവസാനത്തിൽ എന്നുവെച്ചാൽ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ അവസാനം ഇന്ത്യയുടെ പതാക വഹിച്ചത് നമ്മുടെ ബജ്റംഗ് പൂനിയയാണ്. ഓക്കെ, ബ്രോൺസ് മെഡൽ, റെസ്ലിംഗിൽ ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തിയാണ് ബജ്റംഗ് പൂനിയ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി, അതേപോലെ ഇന്ത്യയിൽ ആർക്കൊക്കെയാണ് മെഡൽ കിട്ടിയത്, അമ്മാതിരിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോളജ് ഫാക്ടറി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെന്നാലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒളിമ്പിക്സ് 2021 ഓക്കെ, 2021 ഒളിമ്പിക്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒളിമ്പിക്സ് ആരംഭിച്ചതെന്നാണ് ജൂലൈ 23 എന്ത് ചെയ്യുന്നത്, ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. അങ്ങനെ 17 ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ ഒളിമ്പിക്സ്. എത്ര ദിവസം ഉണ്ടായിരുന്നു? 17 ദിവസത്തെ കടുത്ത മത്സരമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവസാനിച്ചതെന്നാണ് ഇന്നെന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 8 എന്ത് ചെയ്യുന്നത്, ഒളിമ്പിക്സ് ലാസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവസാനത്തെ മത്സരത്തോടുകൂടി ഒളിമ്പിക്സ് വൈൻഡപ്പ് ചെയ്തതെന്നാണ് ഓഗസ്റ്റ് 8 ഓർത്തിരിക്കുക. ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? ഇന്ത്യക്ക് 7 മെഡലോടുകൂടി 48ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 88 രാജ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 48ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് അമേരിക്കയാണ്, അതേപോലെ 2ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് ചൈനയാണ്. അമേരിക്കയ്ക്ക് 39 മെഡലും സ്വർണ്ണ മെഡൽ, അതേപോലെ 41 സിൽവർ മെഡൽ, 33 ബ്രോൺസ് മെഡലോടുകൂടി 131 ടോട്ടൽ മെഡൽസോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്ക 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതുപോലെ 2ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് ചൈനയാണ്. 38 ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്, 32 സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ 18, ടോട്ടൽ മെഡൽ 88 ടോട്ടൽ മെഡൽ. ഓക്കെ, അങ്ങനെ 88 മെഡലോടുകൂടി ആര് ലാസ്റ്റ് ചെയ്തൊക്കെയാണ്, നമ്മുടെ ചൈനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് ചൈനയാണ്. ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? ഇന്ത്യക്ക് 48ാം സ്ഥാനം. അപ്പോൾ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 7 മെഡലാണ്. അതിൽ 1 ഗോൾഡ് മെഡൽ, 2 സിൽവർ മെഡൽ, 4 ബ്രോൺസ് മെഡലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെ മെഡൽ, അല്ലെങ്കിൽ എത്ര മെഡലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെ മെഡൽ ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് കിട്ടിയ 1 ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് ജാവലിൻ ത്രോയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ജാവലിൻ ത്രോയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡ് മെഡൽ ജാവലിൻ ത്രോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ലഭിച്ച വ്യക്തി ആരാണ്? നീരജ് ചോപ്രയ്ക്കാണ് ഗോൾഡ് മെഡൽ എന്ത് കിട്ടിയിട്ടുള്ളത്, ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത് നീരജ് ചോപ്രയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ റെസ്ലിംഗിൽ രവികുമാർ ദഹിയ. ഓക്കെ, രവികുമാർ ദഹിയ, പേര് മറക്കരുത്. 57 കിലോഗ്രാം കാറ്റഗറിയിലാണ് രവികുമാർ ദഹിയയ്ക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്, ഇന്ത്യക്ക് സിൽവർ മെഡൽ നേടിത്തരാനായിട്ട് സാധിച്ചിട്ടുള്ളത് രവികുമാർ ദഹിയയ്ക്കാണ്. അതേപോലെ 49 കിലോഗ്രാം കാറ്റഗറിയിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ മീരാബായ് ചനുവിന് എന്ത് ചെയ്തിട്ടുണ്ട്, സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മീരാബായ് ചനുവിന് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് സിൽവർ മെഡൽ വെയിറ്റ് ലിഫ്റ്റിംഗ് 49 കിലോഗ്രാം കാറ്റഗറിയിൽ മീരാബായ് ചാനുവിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, വെയിറ്റ് ലിഫ്റ്റിങ്ങിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ വിമൻ സിംഗിൾ ബാഡ്മിൻ്റണിൽ നമ്മുടെ PV സിന്ധുവിന് ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിമൻ സിംഗിൾ കാറ്റഗറി ബാഡ്മിൻ്റണിൽ ആർക്കാണ് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ PV സിന്ധുവിനാണ് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയാം. ജാവലിൻ ത്രോയ്ക്ക് നീരജ് ചോപ്രയ്ക്ക് എന്ത് കിട്ടി, ഗോൾഡ് മെഡൽ. ഇന്നലെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പല സംസ്ഥാനക്കാരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. അതേപോലെ റെസ്ലിംഗിൽ 57 കിലോഗ്രാം കാറ്റഗറി റെസ്ലിംഗിൽ നമുക്ക് രവികുമാർ ദഹിയയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, സിൽവർ മെഡൽ കിട്ടി. അതേപോലെ 49 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗ് കാറ്റഗറിയിൽ മീരാബായ് ചാനുവിന് എന്ത് കിട്ടിയിട്ടുണ്ട്, സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബ്രോൺസ് നമ്മുടെ വിമൻ സിംഗിൾ ബാഡ്മിൻ്റണിൽ PV സിന്ധുവിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ബ്രോൺസ് കിട്ടിയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി കുറച്ച് ബ്രോൺസ് മെഡലിൻ്റെ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വിമൻസ് വെൽട്ടർ വെയിറ്റ്. ഓക്കെ, വിമൻസ് വെൽട്ടർ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല, വിമൻസ് വെൽട്ടർ വെയിറ്റ് ആണ്. അപ്പോൾ വിമൻസ് വെൽട്ടർ വെയിറ്റ് എന്ന് പറയുന്ന മത്സരത്തിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുള്ളത് ലോവ്ലിന ബോർഗോഹൈൻ ആണ്. ഓക്കെ, അപ്പോൾ ലോവ്ലിന ബോർഗോഹൈൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ വെൽട്ടർ വെയിറ്റ് എന്ന് പറയുന്ന മത്സരത്തിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുള്ളത് ലോവ്ലിന ബോർഗോഹൈൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ്. ഞാൻ അപ്പോൾ എല്ലാവരുടെ ഫോട്ടോസ് ഞാൻ മാക്സിമം എൻ്റെ 2 സൈഡിലായിട്ട് തന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു, വിമൻസ് വെൽട്ടർ വെയിറ്റിന് നമുക്ക് മെഡൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്, ലോവ്ലിന ബോർഗോഹൈനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ ഇന്ത്യൻ ഹോക്കി ടീമിന് നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, ബ്രോൺസ് മെഡൽ. നമ്മുടെ ശ്രീജേഷ്
കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീജേഷ് ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യൻ ഹോക്കി ടീമിന് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ റെസ്ലിംഗിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മെഡൽ കിട്ടിയത് ആർക്കാണ്? ബജ്റംഗ് പൂനിയയ്ക്കാണ്. ഓക്കെ, ബജ്റംഗ് പൂനിയ മാത്രമാണ് ആക്ച്വലി നമ്മുടെ നമ്മുടെ അവസാന സമയത്ത് ഫ്ലാഗ് കൊണ്ടുപോകാൻ ബജ്റംഗ് പൂനിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമെന്ന് പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവിഡ് കാരണം മെഡലിസ്റ്റ് അല്ലെങ്കിൽ മത്സരാർത്ഥികളെല്ലാം മത്സരം കഴിഞ്ഞ് 48 മണിക്കൂറിനകത്ത് സ്റ്റേഡിയം വിട്ട് പോകണം. എന്തുകൊണ്ടാണ്? കോവിഡൊക്കെ കാരണം 48 മണിക്കൂറിനകത്ത് സ്റ്റേഡിയം വിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബജ്റംഗ് പൂനിയ മാത്രമേ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് കൊണ്ടുപോകാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ബജ്റംഗ് പൂനിയയ്ക്ക് തന്നെയാണ്. ബജ്റംഗ് പൂനിയ ബ്രോൺസ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി പറയാം. 2021 ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഈ ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിച്ച ദിവസം ഒന്നാണ് ജൂലൈ 23 ടോക്കിയോ ഒളിമ്പിക്സ് ആരംഭിച്ചത്. 17 ദിവസത്തെ ഏറ്റവും ടൈറ്റ് മത്സരമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ മത്സരം കഴിഞ്ഞത് ഇന്ന്, ദാറ്റ് മീൻസ് ഓഗസ്റ്റ് 8 കഴിഞ്ഞത്. ഇതിൽ 39 ഗോൾഡ് മെഡലോടുകൂടി USA അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്തതിന് 1ാം സ്ഥാനം ലഭിക്കുകയും 38 ഗോൾഡ് മെഡലോടുകൂടി ചൈന 2ാം സ്ഥാനത്തും 1 ഗോൾഡ് മെഡലോടുകൂടി ഇന്ത്യ ഏറ്റവും മികച്ച പെർഫോമൻസ് കാണിച്ചുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു, 48ാം സ്ഥാനത്തേക്കുമാണ് എത്തിയിട്ടുള്ളത്. അതിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ഗോൾഡ് മെഡൽ ആരാണ് തന്നത്? നമുക്ക് നീരജ് ചോപ്ര ജാവലിൻ ത്രോയ്ക്കാണ് നമുക്ക് ഗോൾഡ് മെഡൽ തരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതേപോലെ ഇന്ത്യക്ക് 2 സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്. സിൽവർ മെഡൽ കിട്ടിയ നമ്മുടെ രവികുമാർ ദഹിയ റെസ്ലിങ്ങിനും അതേപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് മീരാബായ് ചാനുവുമാണ് നമുക്ക് സിൽവർ മെഡൽ തന്നിട്ടുള്ളത്. അതുപോലെ ബ്രോൺസ് മെഡൽ ഏതിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ വിമൻസ് സിംഗിൾസ് ബാഡ്മിൻ്റൺ കോമ്പറ്റീഷനിൽ നമുക്ക് PV സിന്ധു നമുക്ക് ബ്രോൺസ് മെഡൽ തന്നിട്ടുണ്ട്. അതുപോലെ വെൽട്ടർ വെയിറ്റ് എന്ന് പറയുന്ന മത്സരത്തിൽ നമുക്ക് ലോവ്ലിന ബ്രോൺസ് മെഡൽ തന്നിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീം നമുക്ക് ബ്രോൺസ് മെഡൽ തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാനുള്ള വ്യക്തി ആരാണ്? നമ്മുടെ ശ്രീജേഷ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു മലയാളിക്ക് നമ്മുടെ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അഭിമാനിക്കാം അതിൽ. പിന്നെ അവസാനമായിട്ട് നമുക്ക് കിട്ടിയ ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ ബജ്റംഗ് പൂനിയ റെസ്ലിംഗിൽ ബജ്റംഗ് പൂനിയയ്ക്കാണ് അതിൽ ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ലിസ്റ്റാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയും ലിസ്റ്റും ഇത്രയും ആൾക്കാരും ഞാൻ ഇത്രയും പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. കാരണം അടുത്ത് വരാൻ പോകുന്ന എക്സാംസിന് വരാൻ പോകുന്ന ഏറ്റവും മികച്ച കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ ഒളിമ്പിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വളരെ ക്ലിയർ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടണം, കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് തീർച്ചയായും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.